ഈ മൈ ലൈഫ് പാർട്ണറിലെ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യേണ്ട മലയാളത്തിൽ ഇന്നത്തെ രണ്ട് സൂപ്പർ താരങ്ങളാണ്. അവരുടെ പുറകെ ഞാൻ 2 വർഷമായിട്ട് നടന്നതാണ്. എനിക്ക് ഡേറ്റ് തരൂ. അതിലൊരു നടൻ മാന്യമായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അഞ്ജലി മേനോൻ ചെയ്യുന്ന ഒരു സിനിമയിലെ ഒരു വളരെ പ്രധാന കഥാപാത്രം ചെയ്യേണ്ടതുകൊണ്ട് താങ്കളുടെ സിനിമയുടെ സബ്ജക്ട് ഇഷ്ടപ്പെട്ടിട്ടും എനിക്ക് ചെയ്യാൻ പറ്റില്ലാത്തത്. പക്ഷെ മറ്റൊരു പ്രധാന നടൻ അദ്ദേഹം അതേ വർഷം തന്നെ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ കഥാപാത്രത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ ചെയ്തുകൊണ്ടിരിക്കും എന്നെ ഇട്ട് നടത്തിയതാണ്. നടത്തിയ അവസാനം ഞാൻ പലരുടെയും കാര്യം പിടിച്ചു. ഇപ്പോഴത്തെ പല താരം എനിക്കൊന്ന് അവസരം തരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി തയ്യാറായി വന്ന ഒരു നടൻ അമീറാണ്. പിന്നെ കണ്ടെത്തിയതാണ് സുദേവിനെ. അപ്പം അമീർ വിളിച്ചാൽ ചെല്ലുക എന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയുക ഒരു ഡ്യൂട്ടിയാണെന്ന് കരുതിയാണ് ഞാൻ എവിടെയും ഓടിച്ചത്. അതില് പറഞ്ഞാൽ തന്നെ ഞാനൊരൊറ്റ കോളെ പുള്ളിനെ ചെയ്തുള്ളൂ. അപ്പോൾ അതിൽ എന്താണ് ഏതാണ് ഒന്നും ചോദിക്കാൻ തന്നില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു ക്യാരക്ടറുണ്ട്, ഞാനൊരു ക്യാരക്ടറാണ്, അല്ല ബോർഡ് ആക്ടറൊരു ക്യാരക്ടറാണ്, നിനക്ക് ഓക്കെയാണോ? പറയാം എനിക്ക് ഓക്കെയാണ്. വേറെ അതിൽ മറത്തൊരക്ഷരം അത് ഒരുപാട് വലിയ വലിയ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടീം വർക്കായിരുന്നു. അവിടെ നമ്മളിൽ ഒരാളായിട്ട് അത്രയും വന്ന് പുള്ളി അതിന് സഹകരിച്ചിട്ടുണ്ട്. അപ്പം അതിന് വലിയൊരു മാക്സിമം ഒരുപാട് ചുമ്മാ പറഞ്ഞില്ല, ഒരൊറ്റ വാക്കിൻ്റെ പുറത്ത് പോയി. ഇപ്പോൾ പറഞ്ഞില്ല, ബന്ധത്തിൻ്റെ പുറത്ത്. അല്ലാതെ പെണ്ണെ വിളിച്ചിട്ട് എൻ്റെ അച്ഛനാക്കാനുള്ള കാര്യങ്ങളൊന്നും അതൊന്നും നോക്കിയില്ല. എന്തൊരു ക്യാരക്ടർ യോഗ്യമാണോ ഞാൻ സമയത്തും അമീർ എന്തിനോ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതെനിക്കറിയാം. കാരണം ഈ സിനിമയുടെ തുടക്കം മുതൽ ഇപ്പോൾ ഈ സമയം വരെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ കഥാപാത്രത്തിന് വേണ്ടി മാത്രമല്ല ഈ സിനിമയുടെ പൂർത്തീകരണം. അതൊരു നടനെ സംബന്ധിച്ചോളം ഇന്നൊരു വലിയ ആവശ്യമാണ്. അപ്പം അഭിനയിച്ചിട്ട് ചായ കളഞ്ഞ് AC റൂമിലേക്ക് മടങ്ങി പോകുന്നതല്ല ഒരു നടൻ. ആ സിനിമ തിയേറ്ററിൽ എത്തിച്ച് വിജയിക്കാനുള്ള ഒരു ശ്രമം പോലും നടന്റെ ഭാഗത്തുനിന്ന് വേണം. അവസരം കിട്ടാതെ മാത്രമല്ല അമീറിന്റെ ഒരു ഇതെന്ന് തോന്നുന്നു. അമീർ അതിനു വേണ്ടി എന്തിനോ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നു. അത് വല്ലാത്തൊരു മച്യൂരിറ്റിയാണ്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അമീർ ഈ ഒരു ക്യാരക്ടറിലേക്ക് അദ്ദേഹത്തെ സജസ്റ്റ് ചെയ്തത് അമീർ എന്ന് പറഞ്ഞു. അപ്പോൾ അമീറിന്റെ കൂടെ അഭിനയിച്ച വേറെ നടന്മാരുണ്ട്. പക്ഷെ ഇദ്ദേഹത്തെ തന്നെ സജസ്റ്റ് ചെയ്യാൻ കാരണം എന്താ, വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണോ അതോ അത് പ്രൊഫഷണൽ ഒരു ക്യാരക്ടറിനെ ആക്കാൻ തോന്നിയത്? എന്താണ് എന്റെ റീസൺ? അതിന് മറുപടി ഞാനത് പറഞ്ഞിട്ട്, അതായത്